ഹായ്, നമ്മളിന്ന് വയനാട്ടിൽ നിന്ന് ബേപ്പൂരിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ചെറിയ കാഴ്ചകളാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത്. KSRTCയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഒരു വലിയ കുടിവെള്ള പൈപ്പ് ഒന്ന് പൊട്ടിയിട്ട് ഭയങ്കരമായിട്ട് വെള്ളം പോകുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടുള്ളൊരു യാത്ര കേട്ടോ. അപ്പോൾ നമ്മളിതാ വയനാട്ടിൽ നിന്ന് KSRTCയിലേക്ക് ബേപ്പൂർ ലക്ഷ്യമാക്കി കോഴിക്കോടൻ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ചുരക്കെത്താനായിട്ടുണ്ട്. ഒരു നല്ലൊരു KSRTCൻ്റെ സ്വിഫ്റ്റ് ബസ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരത്തിൻ്റെ കവാടം ഇതങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കവാടമൊക്കെ കടന്ന് ചുരത്തിലുള്ള വണ്ടികളും കാഴ്ചകളൊക്കെ കണ്ട് നല്ല കുന്നുകളും മലകളുമൊക്കെ കണ്ടിട്ടുള്ള ഒരു കിടിലം യാത്രയാണ് കേട്ടോ. വേറൊരു KSRTC ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ചുരത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചുരത്തിലൊരു അപകടം എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഫയർഫോഴ്സൊക്കെ വന്നിട്ട് എന്തോ കൊക്കയിൽ നിന്ന് വലിച്ചു പൊക്കുന്നുണ്ട്. ബസ്സിലായതുകൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര പുറപ്പെട്ടു. ഏകദേശം കോഴിക്കോട് എത്തിയിട്ടോ. അപ്പോൾ അവിടുന്ന് ബേപ്പൂരിക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ബേപ്പൂരാണ് നമ്മൾ ജുമോക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബേപ്പൂര് ജുമാത്തുള്ളിൽ നിന്ന് ജുമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിട്ടോ. ജുമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു സ്കൂളിൻ്റെ അടുത്തെത്തി. നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിലങ്ങനെ പോവാണ് കടപ്പുറത്തേക്ക്. ഇതിലങ്ങനെ പോയാൽ കടപ്പുറത്ത് കേട്ടോ. നമ്മൾ വന്നത് ഇവിടുന്നാണ്, അല്ലേ, ഈ ഭാഗത്തുനിന്നാണ് വന്നത് കേട്ടോ. ചെറിയ ചെറിയ തെങ്ങുകൾ, ഈ പള്ളിയിലുള്ള ഈ തെങ്ങുകൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണല്ലോ. നല്ല തണൽ വരുന്ന രീതിയിൽ ചെറിയ ചെറിയ തെങ്ങുകളായിട്ടൊരു ശാന്തമായ സ്ഥലം കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ബേപ്പൂർ കടപ്പുറം കാര്യങ്ങളൊക്കെ എത്തിയിട്ട് കാണാം. ഓ, എന്തൊരു വെയിലാണ്. ഒരു ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഹാപ്പി ഡേയ്സ് ഹൗസ് ബോട്ട്. എക്സസൈസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എടാ, എക്സസൈസ് ചെയ്യണമെങ്കിൽ ഉണ്ട് കേട്ടോ. പെരുമ്പയിലത്ത് ക്ഷീണമാറ്റം മഞ്ചാടി. അപ്പോൾ നമ്മൾ ബേപ്പൂരി കടപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ മറക്കാണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കടലിൻ്റെ ഈ ഓരത്ത് ഇവിടെ അവിടെ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടോ. ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും കൊണ്ടുവന്നതിനനുസരിച്ച് കഴിച്ച പാത്രങ്ങളൊക്കെ കഴിക്കുകയാണ്. അടിപാത്രത്തിലാട്ടോ കൊണ്ടു. ബേപ്പൂരി കടപ്പുറമാണ്. നല്ല വെയിൽ. പരുന്തുകൾ തന്നെ ചുറ്റോറം പാറി കളിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് പരുന്തുകളാണ്. മതി അല്ലേ? പരുന്ത് ഈ ചോറും പാത്രം കണ്ടിട്ട് പരുന്തിന് ലക്ക് കിട്ടുക.